2Vm/pi വി ആവറേജ് ഇങ്ങനെ ഈ ഇക്വേഷൻ കൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഓക്കെ, അതിന്റെ ഓപ്പറേഷൻ ബിറ്റ്വീൻ ആൽഫ ഫയറിംഗ് ആംഗിൾ ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആൽഫ ഈക്വൽ ടു 90 ഫ്രം 90 to 180 അതിനിടയിലാണെങ്കിൽ നമ്മൾ ഇൻവേർഷൻ ഓപ്പറേഷൻ എന്താ പറഞ്ഞിരുന്നത്? ഇൻവേർഷൻ ഓപ്പറേഷൻ. ആക്ച്വലി അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെ എ സി സോഴ്സിൽ നിന്ന് എ സി ഈ ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് അക്രോസ് കിട്ടിയിരുന്ന വോൾട്ടേജ് ഇതിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, സോ ആൽഫ ബിറ്റ്വീൻ 90 to 180 ആകുമ്പോൾ ഇവിടെ പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് റിവേഴ്സ് ആകുകയും പവർ ഫ്രം ദ ഡി സി സർക്യൂട്ട് എ സി സർക്യൂട്ടിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇൻവേർഷൻ എന്നാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. സിൻസ് ദ പവർ ഇസ് മൂവിങ് ഫ്രം ഡി സിയിൽ നിന്ന് എ സിയിലോട്ട് പവർ മൂവ് ചെയ്യുന്ന കാരണം നമുക്ക് അവിടെ നോക്കുമ്പോൾ ഡി സി വിത്ത് റെസ്പെക്ട് ടു എ സിയിലോട്ട് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇൻവേർട്ടർ ഓപ്പറേഷൻ പോലെ പറയാം. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. അത് ആ ഇൻവേർഷൻ ഓപ്പറേഷൻ അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, എനിവേ, അപ്പം നെഗറ്റീവ് ആകുമ്പോൾ പവർ ഈസ് ഡെലിവേർഡ് ഫ്രം ഡി സി സൈഡ് ടു എ സി സൈഡ്. ഇനി ഇവിടെ വരുന്ന എ സി ആ വോൾട്ടേജിന് ആ എ സി വോൾട്ടേജ് ആണ് ഈ തൈറിസ്റ്റർ എല്ലാം ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ടേണിംഗ് ഓഫ് പ്രോസസ് ഓഫ് തൈറിസ്റ്റർ അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എ സി വോൾട്ടേജ് സോഴ്സ് ഹെൽപ്ഫുൾ ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനെ നമ്മൾ ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ T1 T2 ഓൺ ആയിരിക്കുന്ന സമയത്ത് T3 T4 ട്രിഗർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന അത് ഫോർവേഡ് ബയസിലാകുമ്പോഴാണ് T3 T4 നമുക്ക് അത് ട്രിഗർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് പൊളാരിറ്റി, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് T3 T4 ഫോർവേഡ് ബയസ്ഡ് ആവുക. അപ്പം അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഗേറ്റ് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് പൊളാരിറ്റി ഇതിനക്രോസ് വരും, അതായത് ഇതിന്റെ കാഥോഡിൽ വരും. അതേപോലെ നെഗറ്റീവില് നമ്മൾ T1ന്റെ നെഗറ്റീവില് T1ന്റെ ആനോഡില് നെഗറ്റീവ് വരും. സോ ഇറ്റ് കോസസ് ദ ടേണിംഗ് ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ഓഫ് ദാറ്റ് തൈറിസ്റ്റർ. സോ അത് ഈ എ സി സോഴ്സ് അതിന്റെ കമ്മ്യൂട്ടേഷനിൽ റോള് വഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് അതിലെ ആ എ സിയിലെ ഇപ്പൊ ഡി സിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എ സി ഉണ്ടല്ലോ, ആ എ സിയുടെ ഇൻവേർഷൻ ഓപ്പറേഷനിലെ എ സിയുടെ ഫ്രീക്വൻസിയോ വോൾട്ടേജോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ. സോ ഈവൻ ദോ ഇറ്റ് ഈസ് എൻ ഇൻവേർട്ടർ, ഇപ്പൊ നിങ്ങളിത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒരു ഇൻവേർട്ടർ ആണെങ്കിൽ എ സി ലൈൻ കമ്മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ഈ ഇൻവേർട്ടർ, ലൈൻ കമ്മ്യൂട്ടഡ് ഇൻവേർട്ടർ, ആ ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ടിലെ ഫ്രീക്വൻസിയും വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളിവിടെ കൺട്രോൾ ചെയ്തത് എന്തായിരുന്നു? നമ്മൾ ആവറേജ് വോൾട്ടേജ് അല്ലെങ്കിൽ ഡി സിയിൽ കിട്ടിയിരുന്ന ആ വോൾട്ടേജിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്തത്. വിത്ത് ആൽഫ കൺട്രോൾ ചെയ്യുന്നത്, ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അതായിരുന്നു വേരി ചെയ്യാൻ പറ്റിയിരുന്നത്. സോ അപ്പൊ എ സി സൈഡിൽ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ആസ് എൻ ഇൻവേർട്ടർ നമ്മൾ അതിനെ നോക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിയോ അതിന്റെ വോൾട്ടേജോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് ഫോഴ്സ് കമ്മ്യൂട്ടേറ്റഡ് ഇൻവേർട്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. ഓക്കെ, ഫോഴ്സ് കമ്മ്യൂട്ടേറ്റഡ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു SCRന് അക്രോസ് ആയിട്ട് നമ്മൾ അതിന് വേണ്ട കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടും കൂടെ ഇതിന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. സോ ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ സർക്യൂട്ട് ഉണ്ടാവും, അതിന് വേണ്ട തൈറിസ്റ്റേഴ്സും കംപ്ലീറ്റ് സർക്യൂട്ട് നമ്മൾ അതിന് എക്യൂപ്പ് ചെയ്യും ഓരോ SCRന് അക്രോസ് ആയിട്ടും. അപ്പം ഫോഴ്സ് കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ടേൺ ഓൺ ചെയ്യാനും യൂസിങ് ഗേറ്റ് പൾസ്, അതേ സമയത്ത് വേണ്ട സമയത്ത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഹെൻസ് അതോടെ നമുക്ക് വേണ്ട ഫ്രീക്വൻസിയിലും വേണ്ട വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിലും നമുക്ക് ഒരു AC ഔട്ട്പുട്ട് വേവ് ഫോം സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതാണ് ഫോഴ്സ് കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. സോ ദ ടേണിംഗ് ഓഫ് ആൻഡ് ടേണിംഗ് ഓൺ ഈസ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ സിഗ്നൽസ്. അപ്പം നമ്മൾ അതിന് ഫോഴ്സ് കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നു. ഇനി ചില സ്വിച്ചസ് ഉണ്ട്, നമ്മൾ അതിനെ സെൽഫ് കമ്മ്യൂട്ടേറ്റ് സ്വിച്ച് എന്ന് പറയാം. സെൽഫ് കമ്മ്യൂട്ടേഷൻ, ആ ചില സ്വിച്ചുകൾക്ക് സെൽഫ് കമ്മ്യൂട്ടേഷൻ പോസിബിൾ ആണ്. എക്സാമ്പിൾ ആയിട്ട് മോസ്ഫെറ്റ് സ്വിച്ച് പറയാം. ഓക്കെ, മോസ്ഫെറ്റിൽ നമുക്ക് അല്ലെങ്കിൽ BJT ഓർ ഹൈ പവർ ആപ്ലിക്കേഷന് നമുക്ക് IGBT, ഓക്കെ, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സോ BJT, മോസ്ഫെറ്റ്, IGBT ഇങ്ങനത്തെ എല്ലാം GTO, ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ, ഇങ്ങനത്തെ എല്ലാ സ്വിച്ചസിനും നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ഫെസിലിറ്റി അതിന്റെ ഗേറ്റ് പൾസിൽ തന്നെ ഉണ്ട്. ഓക്കെ,
നമ്മൾ മോസ്ഫെറ്റ് ആണെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് ആണ്, BJT IGBT ആണെങ്കിൽ അത് കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. സോ അങ്ങനെ IGBT ആണെങ്കിൽ വോൾട്ടേജ് കൺട്രോൾ ആണ്. ഓക്കെ, സോ ഈ സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് വിൽ ഹെൽപ്പ് ഫോർ ദിസ് വേരിയബിൾ ഫ്രീക്വൻസി ആൻഡ് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി, അതേപോലെ വേരിയബിൾ വോൾട്ടേജ്. വേരിയബിൾ ഫ്രീക്വൻസിയും വേരിയബിൾ വോൾട്ടേജും അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഇൻവെർട്ടർ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടാൻ സഹായിക്കും. സോ അത് ഫേസ് കൺട്രോൾ റെക്ടിഫയേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതാണ് നമ്മൾ ആദ്യം ഒരു വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻവെർട്ടേഴ്സിന് നമുക്ക് ബേസിക്കലി 2 ക്ലാസിഫിക്കേഷനിലോട്ട് മാറ്റാം ഇൻവെർട്ടേഴ്സ്. സോ ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആൻഡ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ നമുക്കൊരു വോൾട്ടേജ് സോഴ്സിനെ അസ്യൂം ചെയ്യാൻ പറ്റും. വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് അതിനെ ഈക്വലൈസ് ചെയ്ത് പറയാൻ പറ്റും. അതായത് നമ്മൾ എത്ര പവർ ഡ്രോ ചെയ്താലും ഇറ്റ് വിൽ ആക്ട് ആസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്. Okay, that is voltage source inverter. And in current source inverter, it can be represented as a current source represented, constant current source. It acts as a constant current source. Okay, so in case of voltage source inverter, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന് ഒരുപാട് ലോഡ് ഒരേ പൊട്ടൻഷ്യലിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിന് അത് പറ്റത്തില്ല. ഓക്കെ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നോക്കും. നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സാധാരണ വി റെപ്രസെന്റ് ഇറ്റ് ആസ് ഒരു പാരലൽ കപ്പാസിറ്റർ വെച്ചിട്ടാണ്, ഒരു DC സോഴ്സ് ഇൻ പാരലൽ വിത്ത് കപ്പാസിറ്റർ, അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അതിനെ. അതേസമയം ഒരു DC സോഴ്സ് ഇൻ സീരീസ് വിത്ത് ഇൻഡക്ടർ, ലാർജ് ഇൻഡക്ടർ റെപ്രസെന്റ്സ് എ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ഉണ്ടാവും, ഇൻവെർട്ടർ സർക്യൂട്ട്. ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ഉണ്ടാവും. സോ ഒരു സ്റ്റിഫ് DC ബസ് ബാർ എന്നാണ് ഇതിനെ വിളിക്കുക. വിച്ച് മീൻസ് how much power you draw from the DC source, the voltage across the DC bus won't change. അങ്ങനത്തെ ഒരു ബസ്സിനെയാണ്, DC ബസ്സിനെയാണ് നമ്മൾ സ്റ്റിഫ് DC ബസ് എന്ന് പറയാം. നിങ്ങൾ പവർ സിസ്റ്റം അനാലിസിസിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതേസമയം കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൽ how much current you draw, അതിന്റെ പൊട്ടൻഷ്യൽ അക്രോസ് വേരിയബിൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എത്ര ലോഡ് കണക്ട് ചെയ്താലും ദ കറന്റ് ഡെലിവേർഡ് ബൈ ദ കറന്റ് സോഴ്സ് ഇൻവെർട്ടർ വിൽ റിമെയിൻ ദ സെയിം. അപ്പൊ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് വിൽ ബി ലോ, വളരെ ചെറുതായിരിക്കും. മറ്റേതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വിൽ ബി ഹൈ, വിച്ച് ഈസ് ദിസ് ഇൻഡക്ടർ. ഓക്കെ, സോ ആ ഇൻഡക്ടറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇംപിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം, വിൽ ബി ഹൈ. ഓക്കെ, ഇതിനെ ലീക്കേജ് ഇൻഡക്ടൻസ് എന്നൊക്കെ വിളിക്കാം. സോ ദ മെയിൻ സോൾ പർപ്പസ് ഓഫ് ദാറ്റ് ഇൻഡക്ടർ ഈസ് ടു സ്മൂത്തൻ ദ വേവ് ഫോം, കറണ്ട് വേവ് ഫോമിനെ സ്മൂത്തൺ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള വേരിയേഷൻ ഇൻ ദ കറണ്ട് വേവ് ഫോം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഒരു കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്, സോ ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് സപ്പോസ് നമ്മളെ സബ്ജക്റ്റിൽ ഇത്ര ലൈക്ക് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മെഷീൻ മാത്രമുള്ളെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ മെഷീൻസ്, ഇൻഡക്ഷൻ മെഷീനെ പറ്റി നല്ലപോലെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഇൻവെർട്ടേഴ്സിനെ പറ്റി നല്ലോണം അറിഞ്ഞിരിക്കണം. സപ്പോസ് ഇപ്പം നമുക്ക് ടൈം പരിധി കാരണം ഇത് എടുക്കാൻ പറ്റില്ല, ലൈക്ക് സ്റ്റെപ്ഡ് ഇൻവെർട്ടേഴ്സ് എടുക്കാൻ പറ്റില്ല. അതായത് 3 ഫേസ് ഇൻവെർട്ടർ ആണ് അത് ഉദ്ദേശിച്ചത്. 3 ഫേസ് ഇൻവെർട്ടർ നമ്മൾ 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്, 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്, അതൊക്കെ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നോക്കി വെക്കണം. അതും എക്സാമിന് ചോദിക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പവർ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിന്റെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഇലക്ട്രിക് ഡ്രൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെയൊക്കെ ഡ്രൈവ് റിലേറ്റഡ് ആസ്പെക്ട്സ് ആണ്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും ദേ ആർ ആസ്കിങ്
ടു എക്സ്പ്ലെയിൻ അബൌട്ട് 3-phase ഇൻവെർട്ടർ 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കി വെച്ചിട്ട് വേണം പോവാൻ. അപ്പൊ നമുക്ക് ഇനി സ്റ്റെപ്ഡ് ഇൻവെർട്ടറിനെ പറ്റി ഒരു ഗ്ലാൻസ് നോക്കാം. So if you draw a 3-phase inverter, you have 3 legs. Okay, 3 leg ഉണ്ട്. അതിനെല്ലാത്തിനും ആന്റി പാരലൽ ആയിട്ടൊരു ഡയോഡ് ഉണ്ടാവും ഫോർ എവറി സ്വിച്ചസ്. സോ ഈ സ്വിച്ചിന് അക്രോസ് ആന്റി പാരലൽ ഡയോഡ് എന്തിനാ വെക്കുന്നത് എന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ വി ആർ കണക്ടിങ് ദിസ് ടു ആൻ ഇൻഡക്റ്റീവ് ലോഡ്, RL ലോഡ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ മെഷീൻ ലോഡ് നമ്മൾ കണക്ട് ചെയ്യണം. സോ ബേസിക്കലി ദർ വിൽ ബി എന്തുണ്ടാവും, അതിലൊരു ഇൻഡക്റ്റൻസ് ഉണ്ടാവും. ഈ ഇൻഡക്റ്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഇഫ് ദർ ഈസ് എ സഡൻ വേരിയേഷൻ ഓഫ് കറണ്ട്, ഇറ്റ് വിൽ ജനറേറ്റ് എ ഹ്യൂജ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഓക്കെ, ഈ വോൾട്ടേജ് വരുന്നത് ഈ സ്വിച്ചിന് അക്രോസ് ആയിരിക്കും. സോ അതിനെ അത് നശിപ്പിക്കാൻ ഇതിലെ കപ്പാസിറ്റൻസ് കാരണം ആ വോൾട്ടേജ് വരുമ്പോൾ പാരസിറ്റിക് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് മൂലം ആ സ്വിച്ച് നശിച്ചു പോകാൻ അതിന് ചാൻസ് ഉണ്ട് when that voltage come across that switch anyway. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കി അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയോഡ് കണക്ട് ചെയ്യുന്നത്. സോ ദ ഡയോഡ് വിൽ കണ്ടക്ട് ആൻഡ് അത് ഷോർട്ട് സർക്യൂട്ട് പോലെ അക്രോസ് ദ സ്വിച്ച് ആക്കും. സോ thereby protecting the switch. ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു പവർ ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. എനിവേ, അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്ഡ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട്, ഒരു ഫേസിലെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഫോർ എ ഹാഫ് സൈക്കിൾ ഇത് ഫേസ് വോൾട്ടേജ് ആണ് VAN, 180 ഡിഗ്രി കണ്ടക്ഷനിലെ ഫേസ് വോൾട്ടേജ്. സപ്പോസ് VAN ഇസ് ഈക്വൽ ടു, ഇപ്പം π/2 നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ഫയറിംഗ് ആംഗിൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്ഡ് വേവ് ഔട്ട്പുട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടാം അതിന്റെ ഔട്ട്പുട്ട്, സ്റ്റെപ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അതിന്റെ നമ്മൾ ഫൊറിയർ സീരീസ് എഴുതുവാണെങ്കിൽ, ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ വോൾട്ടേജ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ടൂളാണ്. എനിക്കറിയില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന്. മേ ബി DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് എന്നുള്ളൊരു പേപ്പറിൽ നിങ്ങളത് പഠിക്കും. ഓക്കെ, സോ ആ ഒരു ടൂള് ഏതൊരു സിഗ്നലിലോട്ട് അപ്ലൈ ചെയ്താലും നമുക്ക് അതിലെ എല്ലാ ഫ്രീക്വൻസി കമ്പോണൻസും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ടൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇഫ് യു അപ്ലൈ ഫൊറിയർ സീരീസ് ഫോർ ദിസ് വേവ് ഫോം, ദ എബവ് വേവ് ഫോം, സ്റ്റെപ്ഡ് വേവ് ഫോമിന് നമ്മൾ ഫൊറിയർ സീരീസ് അപ്ലൈ ആണെങ്കിൽ യു വിൽ ഗെറ്റ് an equation like this, voltage equation like this. Okay, so ഇതെന്താ സൂചിപ്പിക്കുന്നത് വെച്ചാൽ നമ്മളെ VAN എന്നുള്ള ഇൻവെർട്ടർ വോൾട്ടേജ് അതിലെ കമ്പോണൻസ് ആണ്. ദിസ് ഇസ് ഫണ്ടമെന്റൽ കമ്പോണന്റ്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് ഫിഫ്ത്ത് ഫ്രീക്വൻസി കമ്പോണന്റ്. സോ അത് ഫിഫ്ത്ത് ഹാർമോണിക് കമ്പോണന്റ് എന്ന് പറയും. സോ ഇഫ് ദിസ് ഇസ് 50 ഹെർട്സ് കമ്പോണന്റ് ഇൻ ദാറ്റ് സിഗ്നൽ, ആ ഒരു വേവിലെ 50 ഹെർട്സ് കമ്പോണന്റ് ആണെങ്കിൽ, ദിസ് ഇസ് 50 ഹെർട്സ് കമ്പോണന്റ് ഇൻ ദാറ്റ് വേവ് ഫോം. ഓക്കെ, ദിസ് 5 theta represent 250 hertz component, 5 times the fundamental component. This represent 350 times. അപ്പോൾ ഇതിന്റെ ഓഡ് സിമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ വി ഗെറ്റ് ഓൺലി ഓഡ് കമ്പോണൻസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ കമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ദ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വിൽ ബി 2√2/π into VD sin theta. ഇതാണ് ഫണ്ടമെന്റൽ കമ്പോണന്റ്. ഈ വോൾട്ടേജിലെ നമ്മൾ സ്റ്റെപ്ഡ് വോൾട്ടേജിലെ ഫണ്ടമെന്റൽ കമ്പോണന്റ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സോ ഇഫ് യു ടേക്ക് RMS ഫണ്ടമെന്റൽ RMS value voltage, you have to divide it by √2. So 2/π VD sin theta എന്ന് കിട്ടും. So this is the instantaneous equation for RMS value. അതായത് RMS വോൾട്ടേജിന് ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷൻ ആണ്. സോ നമ്മൾ അതിന്റെ RMS വാല്യൂ മാഗ്നിറ്റ്യൂഡ് സൈൻ തീറ്റ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ 2/π VD എന്ന് കിട്ടും. ഇതാണ് അതിന്റെ RMS വാല്യൂ, വിച്ച് ഈസ് ദ ഫണ്ടമെന്റൽ കമ്പോണന്റ്. സോ ഇവിടെ നിങ്ങൾക്ക് RMS വാല്യൂ, അതായത് ഔട്ട്പുട്ടിലെ RMS വാല്യൂ വേരി ചെയ്യണമെങ്കിൽ the only thing you can do is change the DC source voltage. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ VD എന്നുള്ള ഈ വോൾട്ടേജിന്റെ വാല്യൂ വേരി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വേരി ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഇവിടെയുള്ള ഈ 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടറിന്റെ
ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. വി ഹാവ് ടു കൺട്രോൾ ദ സോഴ്സ് വോൾട്ടേജ്. സോ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ PWM ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് 6 സ്റ്റെപ്ഡ് ഇൻവേർട്ടർ. സ്റ്റെപ്ഡ് ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ഫേസ്, സോറി ഇത് ലൈൻ വോൾട്ടേജ് ആണ്, വി ലൈൻ ആണ്. ഇതിന്റെ ഫേസ് വോൾട്ടേജ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. സോ യു ഹാവ് 1 2 0 1 2 3 4 5 6 ലെവലുണ്ട്. ഹെൻസ് കോൾഡ് 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടർ. 6 സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. ഒന്ന് VD/3, 2 VD/3, അഗെയിൻ VD/3. അപ്പൊ അത് കണക്കിലെടുക്കില്ല. ഒരു വട്ടം ഈ ഒരു ലെവല് 1 2 പിന്നെ 0 3 മൈനസ് VD/3 2 VD/3, അങ്ങനെ നമുക്ക് 6 ലെവൽസ് കിട്ടും ഇതിന്. ഹെൻസ് വി കോൾ ഇറ്റ് ആസ് 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടർ. ഓക്കെ, അതിന് നമ്മൾ അതിന്റെ ലൈൻ വോൾട്ടേജ് എടുക്കുമ്പോൾ VAN മൈനസ് VBN എടുക്കുമ്പോഴാണ് നമുക്ക് VAB എന്നുള്ള വോൾട്ടേജ് ഇങ്ങനെ കിട്ടുക. അതിന്റെ ഫോറിയർ സീരീസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഹെൻസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സ്റ്റെപ്ഡ് വോൾട്ടേജ്, സ്റ്റെപ്ഡ് RMS വോൾട്ടേജ്, അതായത് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിലെ RMS വോൾട്ടേജ് വേരി ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ DC സോഴ്സ് വോൾട്ടേജ് വേരി ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതൊരു ലിമിറ്റേഷൻ ആണ്. വീണ്ടും ഈ സ്റ്റെപ്ഡ് വോൾട്ടേജ് നമ്മൾ ഇൻഡക്ഷൻ മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ ഈ ഫോറിയർ സീരീസ് വരച്ചപ്പോൾ ഒരുപാട് ലോ ഫ്രീക്വൻസി ഹാർമോണിക്സ് കണ്ടു. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ കമ്പോണൻസ് അല്ലാത്ത വരുന്ന കമ്പോണൻസിനാണ് നമ്മൾ ഹാർമോണിക് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഹയർ ഓർഡേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ കമ്പോണൻസ്. അപ്പം അത് ഇതിൽ പ്രസന്റ്. ഇപ്പൊ ലോ ഫ്രീക്വൻസി കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ അത് ഹീറ്റിംഗ് ഇഷ്യൂസ്, മോട്ടോർ ലോസസിനെ ഇൻക്രീസ് ചെയ്യും. നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്തുകൊണ്ട് സ്റ്റെപ്ഡ് ഇൻപുട്ട് ഇൻഡക്ഷൻ മെഷീനിൽ കൊടുക്കാത്തത് എന്നുള്ളതാണ്. വൈ ഡോണ്ട് വി പ്രിഫർ ദ സ്റ്റെപ്ഡ് ഇൻപുട്ട് ദാറ്റ് ഈസ് ഫീഡിങ് ആൻ ഇൻഡക്ഷൻ മോട്ടർ? എന്തുകൊണ്ട് നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ മോട്ടർ ലോസസ് ബിക്കോസ് എല്ലാ കമ്പോണൻസും അതിൻ്റെതായ ഹിസ്റ്ററിസിസ് ലോസും അതേപോലെ എഡി കറന്റ് ലോസും. നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദീസ് ലോസസ്, ഹിസ്റ്ററിസിസ് ആസ് വെൽ ആസ് എഡി കറന്റ് ലോസ്. സോ നാച്ചുറലി 50 ഹെർട്സിന്റെ 5 ടൈംസ് ആണ് 250 ഹെർട്സ്. സോ ഈ ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടാക്കുന്ന ഇതിനെക്കാട്ടിലും 25 ടൈംസ് ലോസസ് ഏത് കമ്പോണന്റ് ഉണ്ടാക്കും? ഫിഫ്ത്ത് ഹാർമോണിക് കമ്പോണന്റ് ഉണ്ടാക്കും. ഓക്കെ, അതായത് ഇത് 50 ആണെങ്കിൽ 250 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 5 into 50 ആണ്. സോ ഇഫ് യു ആർ സ്ക്വയറിംഗ് ദാറ്റ്, 5 സ്ക്വയർ ഈസ് 25. സോ 25 ടൈംസ് ദ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഉണ്ടാക്കുന്ന ലോസിനെ അത്രയും ഈ ഫിഫ്ത്ത് ഹാർമോണിക് ഉണ്ടാക്കും. സിമിലർലി ഹിസ്റ്ററിസിസ് ലോസ് ആസ് വെൽ ആസ് എഡി കറന്റ് ലോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻക്രീസസ് ദ ലോസ്. ഇപ്പൊ ലോസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു മെഷീന്റെ 100 വാട്ട് മെഷീനാണ്, 100 വാട്ട് മെഷീൻ അല്ലെങ്കിൽ കിലോ വാട്ട് മെഷീനാണ്. അതിൽ 1 കിലോ വാട്ട് ആണ് സപ്പോസ് ഫണ്ടമെന്റൽ കറണ്ട് ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന എഡി കറണ്ട്, ഹിസ്റ്ററിസിസും എല്ലാ ടൈപ്പ് ലോസസും, ഓൾ ലോസസ് ഇൻക്ലൂഡഡ് 1 കിലോ വാട്ട് ആണ് വിചാരിക്കുക. സോ യു വിൽ ഗെറ്റ് 99 കിലോ വാട്ട് ആസ് ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി 99 divided by 100 kilowatt. അതാണ് അതിന്റെ എഫിഷ്യൻസി വരിക. ഓക്കെ, ഇഫ് സപ്പോസ് ദ ഹാർമോണിക് കമ്പോണൻസ് ആർ ഇൻക്ലൂഡഡ് ആൻഡ് ദ ടോട്ടൽ ലോസ് ബിക്കംസ് സം 3 kilowatt, പിന്നെ നമുക്ക് കിട്ടുന്നത് 97 kilowatt ആയിരിക്കും അറ്റ് ഔട്ട്പുട്ട്. സോ ഇതിനെയാണ് നമ്മൾ ഡീറേറ്റിംഗ് എന്ന് പറയാം. ഡീറേറ്റിംഗ് ഓഫ് മെഷീൻ. ഓക്കെ, അതായത് നമുക്ക് ആക്ച്വലി കിട്ടേണ്ടിയിരുന്ന ഔട്ട്പുട്ട് അത് കുറയാണ് ചെയ്തത് because of extra amount of harmonics. So if you drive an induction motor with a stepped input inverter, like stepped wave inverter, it will increase the loss in the machine, such as iron loss or copper loss increase ചെയ്യാം. because ആ കറണ്ടും അതിലൂടെ ഒഴുകുന്നതാണ്. കാരണം ഹാർമോണിക് കറണ്ടും apart from the fundamental current, harmonic current also will flow through the motor. So that also will cause an excessive copper loss and hysteresis core loss as well. അപ്പം അത്
എഫിഷ്യൻസി കുറയ്ക്കാൻ കാരണക്കാരനാവും, വിച്ച് ഈസ് കോൾഡ് ഡീറേറ്റിംഗ് ഓഫ് ദ ഇൻഡക്ഷൻ ഓഫ് ദ മെഷീൻ. അത് മെഷീനിന് എല്ലാവർക്കും ബാധകമാണ്. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ അതിനെ ഇതിനെയാണ് നമ്മൾ പറയുന്നത്, അതായത് ആ എഫിഷ്യൻസി കുറയുന്നതിനാണ് നമ്മൾ ഡീറേറ്റിംഗ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. സോ പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർമോണിക് കറണ്ട് അല്ലെങ്കിൽ ഹാർമോണിക് കമ്പോണൻസ് കാരണം നമുക്ക് ഈ മെഷീൻ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആയി പോകും. ഓക്കെ, ലോ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദീസ് ഹാർമോണിക് കമ്പോണൻസ് കോസസ് സാച്ചുറേഷൻ ഓഫ് ദ കോർ. ഹെൻസ് ഇറ്റ് വിൽ ലിമിറ്റ് ദ മിനിമം സ്പീഡ് ടു 40 times ns. അപ്പോൾ നമുക്ക് സ്പീഡ് വേരിയബിലിറ്റി കുറയും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് മിനിമം പോവാൻ പറ്റുന്ന പരമാവധി സ്പീഡ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ 1000 RPM മോട്ടർ, 1000 RPM മോട്ടർ ആണെങ്കിൽ അതിന് പരമാവധി കുറയാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 400 RPM വരെയാണ്, യൂസിങ് ദ സ്പീഡ് കൺട്രോൾ ടെക്നിക്. ഓക്കെ, നമുക്ക് ആ ഒരു മെഷീന് 400 RPM വരെ കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് ഹാർമോണിക് കമ്പോണൻസ്. ഓക്കെ, അതാണ് വേറൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത്. The other limitation is pulsating torque. നിങ്ങൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലും ഈ പൾസേറ്റിംഗ് ടോർക്ക് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പേര്. സോ എന്താണ് ആക്ച്വലി പൾസേറ്റിംഗ് ടോർക്ക് ഇൻ ഹാർമോണിക്സ് വരുമ്പോൾ എന്താണ് ഈ പൾസേറ്റിംഗ് ടോർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. യു ഹാവ് എ ഫണ്ടമെന്റൽ ഫ്ലക്സ്. നമ്മളെ ഫണ്ടമെന്റൽ കറണ്ട് സ്റ്റേറ്റിൽ ഒഴുകുന്ന കാരണം there will be a fundamental flux in the air gap. Okay, so when these flux interact with the rotor current ആയിട്ട് interact ചെയ്യുമ്പോൾ it produces a torque. അങ്ങനെയാണ് നമ്മളെ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റോട്ടർ കറണ്ട്, ഇഫ് ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റോട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ 50 ഹെർട്സിൽ നമ്മൾ സപ്ലൈ 50 ഹെർട്സ് കൊടുക്കുമ്പോൾ അതിന്റെ സ്ലിപ്പ് ഒഴിച്ച് വരുന്ന S/F, അതാണ് ഫണ്ടമെന്റൽ റോട്ടർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഫണ്ടമെന്റൽ ഫ്ലക്സ്, എയർ ഗ്യാപ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 50 ഹെർട്സിൽ വേരി ചെയ്യുന്ന നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. സോ അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ടോർക്ക് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ദ യൂസ്ഫുൾ ടോർക്ക് ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ. ഓക്കെ, ഇനി ഈ ഹാർമോണിക് കമ്പോണന്റ് കാരണം യു ഹാവ് ദ 5th ഹെർട്സ് അല്ലെങ്കിൽ 5th and 7th ഹാർമോണിക് കറണ്ട് ഉണ്ടാവും. ഈ റോട്ടറിനകത്ത് 5th as well as 7th ഹാർമോണിക് കറണ്ട്. 5th ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 250 ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർമോണിക് കറണ്ട്, അതേപോലെ 350 ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർമോണിക് കറണ്ടിനെയാണ് നമ്മൾ 7th ഹാർമോണിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹാർമോണിക് കറണ്ട് ഈ ഫണ്ടമെന്റൽ ഫ്ലക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അഗെയിൻ ഇറ്റ് വിൽ കോസ് ടു ജനറേറ്റ് സം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടോർക്ക്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഹാർമോണിക് ടോർക്ക് എന്ന് വിളിക്കാം. സോ ദിസ് ഹാർമോണിക് ടോർക്ക് വിൽ ബി അറ്റ് ഹൈ ഫ്രീക്വൻസി and the fundamental torque will be at some different frequency. Okay, നമ്മൾ അതിന്റെ റിലേറ്റീവ് സ്പീഡ് എടുത്ത് പറയുകയാണെങ്കിൽ this 5th and 7th will be 6 times the fundamental. ഇപ്പോൾ ഫണ്ടമെന്റൽ കമ്പോണന്റിനെ വെച്ച് നോക്കുമ്പോൾ 6 times അധികമായിട്ട് വേരി ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ 5th as well as 7th. അത് കുറെ നെഗറ്റീവ് സീക്വൻസ്, 7th പോസിറ്റീവ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പറയാനുണ്ട്. സോ ഡ്യൂ ടു ലിമിറ്റേഷൻ ഓഫ് ടൈം നമുക്ക് മനസ്സിലാവുന്നത് the 5th and 7th will be varying 6 times that of the fundamental component. അപ്പം ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഇഫ് യു ആർ മൂവിങ്, ഒരു സ്മൂത്ത്ലി മൂവ് ചെയ്യുന്ന സാധനത്തിൽ ഒരു പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ഇട്ട് കഴിഞ്ഞാൽ there will be pulsation. അങ്ങനെയാണ് ഇത് പൾസേറ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ദിസ് ഇമ്പാക്ട് ഓഫ് 5th ഹാർമോണിക് കമ്പോണന്റ് as well as 7th ഹാർമോണിക് കമ്പോണന്റ്. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ നല്ലൊരു വൈബ്രേഷൻ വരുമ്പോൾ ലൈക്ക് ഇഫ് യു ആർ മൂവിങ്, ഒരു സത്യം പറഞ്ഞ പൾസേറ്റിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടക്ക് ബ്രേക്ക് കൊടുക്കുക, ഇടക്ക് ബ്രേക്ക് എടുക്കുക, ഇടക്ക് ബ്രേക്ക് കൊടുക്കുക, ഇടക്ക് ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ മുന്നിലോട്ട് പോവും, നമ്മൾ ബാക്കിലോട്ട് വരും. ആ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അങ്ങനെ മുന്നിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അതിനാണ് ശരിക്കും പൾസേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഫിസിക്കൽ സെൻസ് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. സോ ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് ഡിസ്റ്റർബിങ് as far as induction machine is concerned. അല്ലെങ്കിൽ നമ്മൾ മോട്ടർ ആസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ പൾസേറ്റിംഗ് ടോർക്ക് ഒരു ലിമിറ്റേഷൻ ആണ്. ഹെൻസ് ഈ ഒരു പൾസേറ്റിംഗ് ടോർക്ക് നമ്മൾ ഈ സ്റ്റെപ്പ്ഡ് വേവ് ഇൻവെർട്ടർ യൂസ് ചെയ്യുമ്പോൾ, സ്റ്റെപ്പ്ഡ് വേവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഇൻവെർട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്
when we go for stepped wave inverter. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസസ് ഡീറേറ്റിംഗ് ഓഫ് ദ മോട്ടർ, പിന്നെ ലോ സ്പീഡ് ഓപ്പറേഷൻ ലിമിറ്റ് ചെയ്യും, പിന്നെ പൾസേറ്റിംഗ് ടോർക്ക് അതിലുണ്ടാവും. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ ഒരു ഗ്ലാൻസ്. എന്താണ് അതിന്റെ ഡ്രൈവ് സൈഡ് ഓഫ് ദ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ കൗണ്ടർ ചെയ്യാനാണ് നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഐ നോ ഇറ്റ് ഈസ് ലിറ്റിൽ ഫാസ്റ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, യു ഹാവ് ടു കംപ്ലീറ്റ് ദ പോർഷൻസ് ലിറ്റിൽ ഫാസ്റ്റർ. സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. മൊഡ്യൂൾ 4 വരെയുള്ള നോട്ട്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. നോട്ട്സ് എഴുതേണ്ടവർക്ക് എഴുതാം, കുഴപ്പമില്ല. മൊഡ്യൂൾ 4 വരെ അസൈൻമെന്റിൽ കൺക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങളത് സബ്മിറ്റ് ചെയ്താൽ മതി. അതായത് അപ് ടു ഇൻഡക്ഷൻ മെഷീൻ, സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മെഷീൻ, അതുവരെ നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എഴുതിയാൽ മതി. കണ്ടിന്യൂ ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ് ഫോർ യു ഇറ്റ്സ്, നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഒരു ഉപകാരം ഉണ്ടാവുക. ഓക്കെ, സോ പൾസ് വിഡ്ത്ത് മോഡുലേഷനിലോട്ടാണ് നമ്മൾ വരുന്നത്. സോ ബേസിക്കലി പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ വി ആർ കമ്പയറിങ് എ ട്രയാങ്കുലർ വേവ്. ഒരു ട്രയാങ്കുലർ വേവ് ഉണ്ടാവും. വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് constant wave, a constant DC signal or a sinusoidal signal of a lower frequency. ഈ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. whenever the triangular wave amplitude exceeds the DC വാല്യൂവിനെ എക്സീഡ് ചെയ്യുന്ന സമയത്ത് we will get a high value. അതേസമയം അല്ലാത്ത സമയത്ത് 0 ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഗേറ്റ് സിഗ്നൽ. നമ്മൾ ഇൻവെർട്ടർ എടുക്കുകയാണെങ്കിൽ, സിംഗിൾ ഫേസ് ഇൻവെർട്ടർ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സോ നാച്ചുറലി ഈ ഇതിലോട്ട് പോകുന്നതും ഇതിലോട്ട് പോകുന്നതും, അതായത് T1 T4 വിൽ ബി ഹാവിങ് സെയിം ഗേറ്റ് പൾസസ്. അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും, സപ്പോസ് ഇറ്റ്സ് എ നോട്ട് ഗേറ്റ്, ഈ T3 T2 T3 പോകുന്നത്. ഓക്കെ, T2 T3 പോകുന്നത് വിൽ ബി കോംപ്ലിമെന്റ് ഓഫ് T1 T4 സിഗ്നലിലോട്ട് പോകുന്നത്. സോ മറ്റേത് ഓൺ ആവുന്ന സമയത്ത് ഇത് ഓൺ ആവില്ല. സോ ദിസ് ഇസ് T1 T4 പോകുന്നതാണെങ്കിൽ ഇതായിരിക്കും T2 T3 പോകുന്ന ഗേറ്റ് പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ PWM ജനറേഷൻ ആണ് യൂസ് ചെയ്തത്. സോ ബൈ വേരിയിങ് ദ DC വാല്യൂ, ഈ DC മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് ഈ ഇതിന്റെ വിഡ്ത്ത് കൂട്ടാനും താഴത്തിന്റെ കുറയ്ക്കാനും പറ്റും. ബൈ ബ്രിങ്ങിങ് ഇറ്റ് ഡൗൺ യു ക്യാൻ ഗെറ്റ് എ മോർ മാഗ്നിറ്റ്യൂഡ്. സോ അങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്റ്റെപ്ഡ് വേവ് ഫോമിന്റെ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യുന്നത്. സോ അതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇഫ് സപ്പോസ് വി ആർ ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ട്രയാങ്കുലർ വേവ്, ഓക്കെ, സോ ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് DC സോഴ്സ്, നമുക്കൊരു പീരീഡിൽ തന്നെ നമുക്ക് ഒരുപാട് ഓൺ ഓഫ് പീരീഡ്സ് കിട്ടും. ഒരു സൈക്കിളിൽ തന്നെ, ഒരു ഹാഫ് സൈക്കിളിൽ തന്നെ ഒരുപാട് ഓൺ ഓഫ് പീരീഡ് കിട്ടും. സോ ബൈ വേരിയിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് DC സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ടേൺ ഓൺ പീരീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. thereby controlling the average value at the output, RMS value at the output കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് സൈനസോയിഡൽ PWM. സോ പേര് പറയുന്ന പോലെ തന്നെ സൈനസോയിഡൽ PWM എന്ന് പറഞ്ഞാൽ യു ആർ കമ്പയറിംഗ് എ സൈൻ വേവ് വിത്ത് എ ട്രയാങ്കുലർ വേവ്. Okay, so whenever the triangular wave is more than sine wave, you will get a positive for T1 T4. അല്ലാത്ത സമയത്ത് there will be no output. Okay, ഇത് യൂണിപോളർ PWM ആണ്. സൈനസോയിഡൽ PWM എന്താണ് നമ്മൾ ഒരു ഗ്ലാൻസ് പോലെ നോക്കുകയാണ്. സോ ഈ സൈനസോയിഡൽ PWMന്റെ ഈ സൈൻ വേവ് റെഫറൻസ് വേവ് എന്ന് നമ്മൾ പറയും. റെഫറൻസ് വേവ് അല്ലെങ്കിൽ റെഫറൻസ് സിഗ്നൽ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ട്രയാങ്കുലർ വേവിനെ കാരിയർ സിഗ്നൽ എന്ന് വിളിക്കാം. സോ യു ആർ കമ്പയറിംഗ് എ റെഫറൻസ് സിഗ്നൽ വിത്ത് എ കാരിയർ സിഗ്നൽ. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴൊക്കെ എന്തായാലും ആവശ്യം വരുന്ന സാധനങ്ങളായിരിക്കും. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ കാണാം. സോ ഇഫ് യു ആർ കമ്പയറിംഗ് എ റെഫറൻസ് വേവ് വിത്ത് റെഫറൻസ് സിഗ്നൽ വിത്ത് കാരിയർ സിഗ്നൽ, this reference signal determines the
ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെന്റൽ കമ്പോണന്റ്. അപ്പോൾ നിങ്ങൾക്ക് 50 ഹെർട്സിന്റെ സിഗ്നലാണ് കിട്ടണമെങ്കിൽ ഈ റെഫറൻസ് സിഗ്നലിന്റെ ഫ്രീക്വൻസി വേണം നിങ്ങളത് 50 ഹെർട്സ് ആക്കാൻ. ആൻഡ് ദ കാരിയർ സിഗ്നൽ വിൽ ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് സ്വിച്ചിങ്. നമ്മൾ ഈ സ്വിച്ചസ് ഓൺ ഓഫ് ആക്കുന്ന ഫ്രീക്വൻസിയാണ് ഈ കരിയർ ഫ്രീക്വൻസി, കരിയർ സിഗ്നൽ ഫ്രീക്വൻസി. സോ ഈ ഫ്രീക്വൻസി, കരിയർ സിഗ്നൽ ഫ്രീക്വൻസി, നിങ്ങൾ ഏത് സ്വിച്ച് ആണ് എടുക്കുന്നത്, സപ്പോസ് ഇഫ് ഇറ്റ്സ് മോസ്ഫെറ്റ് യു ക്യാൻ ഓപ്പറേറ്റ് ഇൻ ദ കിലോ ഹെർട്സ് റേഞ്ച്. ഇഫ് ഇറ്റ് ഇസ് എ BJT സം ഹെർട്സ്, കിലോ ഹെർട്സിന്റെ ഹൈ 50 കിലോ ഹെർട്സിലൊന്നും പോകില്ല, ലോവർ ദാൻ ദാറ്റ് 10 കിലോ ഹെർട്സിന്റെ താഴേക്ക് ആയിട്ട് നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാം. സോ ഏത് സ്വിച്ച് ആണ് എടുക്കുന്നത് അത് തീരുമാനിക്കും ഈ കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി. റെഫറൻസ് സിഗ്നൽ നമ്മളെ ഫണ്ടമെന്റൽ കമ്പൗണ്ട് ഏതൊരു വാല്യൂയിലാണ് വരേണ്ടത് അതാണ് തീരുമാനിക്കുക. ഇനി PWMന്റെ അഡ്വാൻറ്റേജ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് സ്റ്റെപ്പ്ഡ് വേവ് ഇൻവെർട്ടറിന്റെ അകത്ത് നമ്മൾ DC സോഴ്സിലെ DC വേരി ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ ഔട്ട്പുട്ട് വേരി ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു സൈൻ PWMല് ഇഫ് യു ആർ കൺട്രോളിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈൻ വേവ്, ഈ സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് യു ക്യാൻ അഡ്ജസ്റ്റ് ദ ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ്. അതായത് നിങ്ങൾക്ക് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടാവുന്ന വോൾട്ടേജിന്റെ ഫണ്ടമെന്റൽ RMS വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാൻ പറ്റും. ബിക്കോസ് വെൻ യു വേരി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റുവാണെങ്കിൽ എന്താ കാണാൻ പറ്റുക, നിങ്ങൾക്ക് ഇത് ഓൺ ആവുന്ന പീരീഡ് വേരി ചെയ്യുന്ന കാണാൻ പറ്റും. കൂടുതൽ ടൈം ഓൺ ആക്കുമ്പോൾ യു വിൽ ഗെറ്റ് മോർ, എന്താ പറയാൻ പറ്റുക, മോർ ഔട്ട്പുട്ട് വാല്യൂ ഓർ മോർ RMS വാല്യൂ. സോ അങ്ങനെ നമുക്ക് അതിന്റെ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, യു ക്യാൻ കൺട്രോൾ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ RMS വാല്യൂ. അതേപോലെ ബൈ പ്രോപ്പർലി സ്വിച്ചിങ് യു ക്യാൻ എലിമിനേറ്റ് ദ ഹാർമോണിക്സ് കമ്പോണന്റ്. സെലക്റ്റീവ് ഹാർമോണിക് എലിമിനേഷൻ എന്നൊരു ടെക്നിക് ഉണ്ട്, സെലക്റ്റീവ് ഹാർമോണിക് എലിമിനേഷൻ. ഓക്കെ, സോ നിങ്ങൾ ഇത് ഓൺ ഓഫ് ആക്കുന്നത് ഒരു പ്രത്യേക വാല്യൂ ഓഫ് തീറ്റയിലാണെങ്കിൽ, ഒരു പ്രത്യേക വാല്യൂ ഓഫ് θ1, θ2, θ3 എന്ന് പറഞ്ഞിട്ട് അതൊരു ടെക്നിക്കാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ലിമിറ്റേഷൻ ഈ ഒരു ഡ്രൈവ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എത്രയും കവർ ചെയ്യുന്നത്. സോ ഹാർമോണിക് എലിമിനേഷൻ ഈസ് പോസിബിൾ ബൈ ദിസ് ടെക്നിക്. അതായത് നമ്മൾ ഈ ഓൺ ഓഫ് ആക്കുന്നത് ഒരു പ്രത്യേക വാല്യൂ ഓഫ് തീറ്റയിലാണെങ്കിൽ, ഒരു പ്രത്യേക വാല്യൂ ഓഫ് തീറ്റയിലാണെങ്കിൽ you can eliminate this lower order harmonics which is 5th, 7th, 11th and 13th. Okay, ഈ 5th, 7th, 11th, 13th അങ്ങനത്തെ ലോവർ ഓർഡർ ഹാർമോണിക്സ് ഒരിക്കലും പാസീവ് ഫിൽറ്റേഴ്സ് ആയ ഇൻഡക്ടറും കപ്പാസിറ്ററും വെച്ച് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതിനും കാരണമുണ്ട്. ബിക്കോസ് ദ ലോവർ ദ ഫ്രീക്വൻസി ദ ബിഗർ ദ സൈസ് ഓഫ് ദിസ് ഫിൽറ്റർ. ഈ പാസീവ് ഫിൽറ്ററിന്റെ സൈസ് ചെറിയ ഫ്രീക്വൻസി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഈ പാസീവ് ഫിൽറ്ററിന്റെ എല്ലിന്റെയും സിന്റെയും വാല്യൂ കൂടും. സോ ഇറ്റ് വിൽ മേക്ക് ദ സിസ്റ്റം ബൾക്കി. അത് വലിയ സിസ്റ്റം, അത് അതിന്റെ സൈസ് കൂട്ടാൻ അത് കാരണക്കാരനാവും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫിൽറ്റർ, പാസീവ് ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി, ലോവർ ഹാർമോണിക്സ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എംപ്ലോയ് ചെയ്യാറില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോവർ ഓർഡർ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവേർട്ടർ ടെക്നിക് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ഹാർമോണിക് എലിമിനേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഹയർ ഓർഡർ ഹാർമോണിക്സ് ആണെങ്കിൽ അതിലുള്ള ഫിൽറ്റേഴ്സ് തന്നെ നാച്ചുറലി, ഇഫ് ഇറ്റ് ഈസ് എ VSI there will be capacitor, if it is a CSI current source inverter there will be inductor. സോ അത് അതിനെ എലിമിനേറ്റ് ചെയ്തോളും. ആ ഒരു അഡ്വാൻറ്റേജ് ഹാർമോണിക് എലിമിനേഷൻ എന്നുള്ളതും ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി കൺട്രോൾ എന്നുള്ളത് ബൈ വിത്തിൻ ദ ഗേറ്റ് സിഗ്നൽ കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യാം എന്നുള്ളത് PWMന്റെ അഡ്വാൻറ്റേജ് ആണ്. സൈനസോയിഡൽ PWMന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ സൈനസോയിഡൽ PWMന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ VRMS എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ കമ്പൗണ്ട് എഴുതുവാണെങ്കിൽ m/VD/2√2 എന്നുള്ളതാണ്. ഓക്കെ, where m is the modulation index. Okay, ഈ modulation index can be, അതിൻ്റെ ഒരു സ്പെക്ട്രം ഒക്കെ ഉണ്ട്. സോ 1 എന്നുള്ള വാല്യൂ വരെ നമുക്ക് ലീനിയർ ആയിട്ട് വേരി ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ദ മോഡുലേഷൻ, ദ സ്പെക്ട്രം, മോഡുലേഷൻ ഇൻഡെക്സിന്റെ സ്പെക്ട്രം ഇങ്ങനെയാണ്. വിച്ച് മീൻസ് by varying the value of m you can vary the value of RMS value.
അതായത് 1 വരെ അത് ലീനിയർലി വേരിയിങ് ആണ്. സോ എം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്ത ഈ സൈനസോയിഡൽ സിഗ്നൽ ഇല്ലേ, എം ഈസ് നത്തിങ് ബട്ട് ഈ മാക്സിമം ഓഫ് സൈനസോയിഡൽ സിഗ്നൽ ഡിവൈഡ് ബൈ മാക്സിമം ഓഫ് ട്രയാങ്കുലർ വേവ്. ഇതാണ് എം എന്ന് പറയുന്നത്, മോഡുലേഷൻ ഇൻഡെക്സ് എം. സോ മാക്സിമം ഓഫ് ദിസ് സൈൻ വേവ് ഡിവൈഡ് ബൈ മാക്സിമം ഓഫ് ദിസ് ട്രയാങ്കുലർ വേവ്, അതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. സോ നിങ്ങൾ സൈനസോയിഡൽ വേവിന്റെ മാക്സിമം കുറച്ച് വന്നാൽ യു ക്യാൻ റെഡ്യൂസ് ദ എം ആൻഡ് ദെയർബൈ റെഡ്യൂസ് ദ ആർ എം എസ് വാല്യൂ. ഓക്കെ, ഹെൻസ് യു ക്യാൻ കൺട്രോൾ ദ ഔട്ട്പുട്ട് ഓഫ് ദി, നമുക്ക് ആർ എം എസ് ഔട്ട്പുട്ട് ഓഫ് ദി ഇൻവെർട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഹെൻസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ലിമിറ്റേഷനും എന്തിനില്ല, സൈനസോയിഡൽ പി ഡബ്ല്യു എം ഇല്ല. ലൈക്ക് ഹാർമോണിക്സ്, ലോസസ് ഡ്യൂ ടു ഹാർമോണിക്സ്, പൾസേറ്റിംഗ് ടോർക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നവും സൈനസോയിഡൽ പി ഡബ്ല്യു എമ്മിന് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയിരുന്നത് അൺകൺട്രോൾഡ് റെക്ടിഫയറിനെ പറ്റിയായിരുന്നു. സോ അൺകൺട്രോൾഡ് റെക്ടിഫയറിൽ നമുക്ക് ഫ്രീക്വൻസിയോ വോൾട്ടേജോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അത് ലൈൻ കമ്മ്യൂട്ടേഷൻ വഴി നടക്കുള്ളൂ. അപ്പോഴാണ് ഫോഴ്സ് കമ്മ്യൂട്ടേഷന്റെ ഇൻവെർട്ടറിന്റെ ഒരു യൂസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ നമ്മുടെ എക്സ്ട്രാ സർക്യൂട്ടറി ആവശ്യമുണ്ട്. അതേസമയം സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ആവശ്യമില്ല. ഹെൻസ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഇൻവെർട്ടറിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ, കറണ്ട് സോഴ്സ് ആസ് വെൽ ആസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. പിന്നെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ തന്നെ 6 സ്റ്റെപ്പ് ഇൻവെർട്ടർ നമ്മുടെ സാധാരണ 180 ഡിഗ്രി കണ്ടക്ഷനിൽ പഠിക്കുന്നതാണ്. സോ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡി സി സോഴ്സ് വേരി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ ഔട്ട്പുട്ടിലെ ആർ എം എസ് വാല്യൂ വേരി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ പിന്നെ ഉണ്ടാകുന്ന ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലോസസും അതേപോലെ പൾസേറ്റിംഗ് ടോർക്കും, സാച്ചുറേറ്റഡ് സ്പീഡ് മിനിമം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് മിനിമം എന്ന് പറഞ്ഞാൽ 40% ഓഫ് റേറ്റഡ് സ്പീഡ് എന്നുള്ളതാണ്. സോ ഇത്രയും ലിമിറ്റേഷൻസ് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെയാണ് സൈനസോയിഡൽ പി ഡബ്ല്യു എമ്മിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഓരോന്ന് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്, എന്താണ് അതിന്റെ യൂസസ് എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. സൈനസോയിഡൽ പി ഡബ്ല്യു എമ്മിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഹാർമോണിക് എലിമിനേഷൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി നമുക്ക് ഗേറ്റ് പൾസസ് കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. സപ്പോസ് ഇപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ അഡ്വാൻറ്റേജ് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡി സി സോഴ്സ് വേരി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. ഇഫ് സപ്പോസ് യു ഹാവ് എ കോൺസ്റ്റന്റ് ഡി സി സപ്ലൈ, എന്നാൽ ആ ഒരു ചോപ്പർ സർക്യൂട്ട് നിങ്ങളുടെ അടുത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു ക്യാൻ ഡയറക്ട്ലി കണക്ട് ദ ഇൻവെർട്ടർ സർക്യൂട്ട് ഫ്രം ദിസ് ഡി സി സോഴ്സ്. ഓക്കെ, ഈ ഡി സി സോഴ്സിന് എടുത്ത് നേരിട്ട് കൊടുക്കാൻ പറ്റും ഇൻവെർട്ടർ സർക്യൂട്ടിലോട്ട്. അങ്ങനെ ഈ സൈനസോയിഡൽ പി ഡബ്ല്യു എം ആണ് അതിന്റെ ഗേറ്റ് പൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്യൂപ്പ് ചെയ്യുന്ന ടെക്നിക്ക് എങ്കിൽ നമുക്ക് അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും മാറ്റാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇൻ ഷോർട്ട് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് തരും. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് പൗസ് ചെയ്ത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൺവേ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് കോൺഫിഗറേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ് നമുക്ക് നോക്കാം. ഇഫ് സപ്പോസ് വി ഹാവ് എ ഡി സി സോഴ്സ്, ഓക്കെ, നമുക്ക് അതിനെ ഡി സി കൺവേർട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ട് ഡി സി കൺവേർട്ടർ, പിന്നെ നമുക്കതിന് ഒരു കപ്പാസിറ്റർ, ഒരു ഇൻവെർട്ടർ. സോ ഈ കപ്പാസിറ്റർ നമ്മൾ ഡി സി ലിങ്ക് കപ്പാസിറ്റർ എന്ന് പറയാറുണ്ട്. ഇത് നിങ്ങൾ അടുത്ത കൊല്ലം പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേപ്പേഴ്സിൽ ഇങ്ങനെ കാണാൻ പറ്റും, ഡി സി ലിങ്ക് കപ്പാസിറ്റർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് സോ ഡി സി കൺവേർട്ടറിന്റെ ഇൻവെർട്ടറിന്റെയും അതിന്റെ ഇടയിൽ വരുന്ന ആ കപ്പാസിറ്റർ നമ്മൾ ഡി സി ലിങ്ക് കപ്പാസിറ്റർ എന്ന് വിളിക്കും. പിന്നെ ഇൻവെർട്ടർ ആൻഡ് ലോഡ്. Load is nothing but induction motor in this case as a drive. So if you have a DC source, you can convert it this way. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന 6 സ്റ്റെപ്പ് ഇൻവെർട്ടർ ആണ്. 6 സ്റ്റെപ്പ് വേവ് ഇൻവെർട്ടർ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് അതിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇഫ് യു ഹാവ് എ സോഴ്സ്, ഇതൊരു എ സി സോഴ്സ് ആണ്. എ സി സോഴ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് എ കൺട്രോൾഡ് റെക്ടിഫയർ. ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. കൺട്രോൾഡ് റെക്ടിഫയർ യൂസ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ നമുക്ക് ഡി സി കിട്ടും. അഗൈൻ യു ക്യാൻ ഗോ ഫോർ ഇൻവെർട്ടർ.
ഇവിടെ നമുക്ക് ഫിക്സ്ഡ് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡിൽ നിന്നും നമ്മൾ അതിനെ വേരിയബിൾ ആംപ്ലിറ്റ്യൂഡോട്ട് ഡി സിയോട്ട് മാറ്റി. ബിക്കോസ് ഡി സി ആകുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഫ്രീക്വൻസി ഇല്ലല്ലോ. പിന്നെ ഇൻവെർട്ടർ നമ്മൾ വീണ്ടും ഒരു ലോഡിലോട് കണക്ട് ചെയ്തു. ഓക്കെ, ഹിയർ യൂസിങ് PWM ഇൻവെർട്ടർ. പിന്നെ നമുക്ക് അഗെയിൻ യു ഹാവ് എ സി സോഴ്സ്. ഈ കൺട്രോൾ റെക്ടിഫയറിന് നമ്മൾ 2 സ്റ്റേജ് ആക്കി. ഇത് ഡയോഡ് കണക്ട് ചെയ്തു. സോ അൺകൺട്രോൾഡ് റെക്ടിഫയർ, യു ഹാവ് DC DC കൺവെർട്ടർ, പിന്നെ ഒരു ഇൻവെർട്ടർ. സോ റിസർച്ച് ലെവലിൽ ഇതിനെ നമ്മൾ സ്റ്റേജസ് എന്ന് പറയാം. സോ ഈച്ച് കൺവെർട്ടർ ഇസ് എ സ്റ്റേജ്. അതായത് ഒരു വേവ് ഫോമിന്, ഒരു എ സിയെ ഒരു ഡി സിയിലോട്ട് ആക്കുമ്പോൾ അതൊരു സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഇഫ് യു കോൾ ദിസ്, ഇത് 2 സ്റ്റേജാണ്, ഡ്യുവൽ സ്റ്റേജ്. ഇതും ഡ്യുവൽ സ്റ്റേജ് ആണ്. ഇവിടെ 3 സ്റ്റേജുകളുണ്ട്. സോ 3 സ്റ്റേജസ് ആർ ഇൻവോൾവ് ഇൻ കൺവേർഷൻ. ഓക്കെ, ഇപ്പൊ എ സിനെ നിങ്ങൾ ഡി സി ആക്കി, പിന്നെ അത് അൺകൺട്രോൾഡ് പിന്നെ കോൺസ്റ്റന്റ് ഡി സി ആണ്, അതിനെ കൺട്രോൾഡ് ഡി സി ആക്കി. ആ കൺട്രോൾ ഡി സി ഇൻവെർട്ടർ വഴി നമുക്ക്, സോ PWM ഇൻവെർട്ടർ വഴി നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡക്ഷൻ മെഷീനിലോട്ട് കൊടുക്കാം. സോ ഇതാണ് പല കോൺഫിഗറേഷൻ. ഇനി ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പം ഡയോഡ് റെക്ടിഫയറിന്റെ കേസിൽ, ഇഫ് സപ്പോസ് വി ഹാവ് ഈ DC കൺവേർട്ടർ, നമുക്ക് ഇതിനെ ബ്രേക്കിംഗ് എക്യുപ്പ് ചെയ്യണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡൈനാമിക് ബ്രേക്കിംഗ് ആൻഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇൻഡക്ഷൻ മോട്ടറിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇൻഡക്ഷൻ മോട്ടറിന്റെ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ 3 × Vm Im cos phi എന്നുള്ളതാണ് അതിന്റെ ആക്റ്റീവ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ വേർ phi ഈസ് ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ്. അപ്പം phi എന്നുള്ളത്, അല്ലെങ്കിൽ or the phi is the angle between Vm and Im. Okay, when the angle between Vm and Im is between 0 to 90 degree, അത് മോട്ടറിംഗ് മോഡാണ് ഓപ്പറേറ്റ് ചെയ്യുക. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് ഇൻ കേസ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഇറ്റ് ഈസ് phi എന്നുള്ളത്. ആ phi 0 നും 90 ഇടയിലാവുന്ന സമയത്ത് ഇൻഡക്ഷൻ മോട്ടർ വിൽ ആക്ട് ആസ് എ മോട്ടർ. When it is greater than 90 degree, it will act as a generator. Induction machine generator ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. So this induction machine over here will start to supply the power. ഇൻവെർട്ടറിലോട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇൻവെർട്ടറിലോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഇൻവെർട്ടറിന് ഇവിടെ ഉണ്ടാകുന്ന DC ലിങ്ക് വോൾട്ടേജ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമ്മൾ റെക്ടിഫയറിന്റെ കേസിലൊക്കെ ആ വോൾട്ടേജ് ആണ് ഇൻവേർട്ടായിട്ട് കണ്ടത്, മനസ്സിലാക്കിയത്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ DC ലിങ്ക് വോൾട്ടേജ് ഒരിക്കലും മാറുന്നില്ല. അതേസമയം ഇവിടെ ഉണ്ടായിരുന്ന DC കറണ്ട് ആണ് അത് റിവേഴ്സ് ആവുന്നത്. ആ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് അവിടെ റിവേഴ്സ് ചെയ്യുന്നത്. സോ ആ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ സർക്യൂട്ടിനെ നമുക്ക് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുത്താം. നമ്മൾ റീജനറേഷൻ ആക്ഷൻ ആണ് പറയുന്നത്. സോ ദിസ് ഈസ് ഡയോഡ് റെക്ടിഫയർ. Okay, so here you are connecting a capacitor. പിന്നെ നമുക്കൊരു റെസിസ്റ്റർ വഴി ഒരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാം. Here you have the inverter. നമ്മൾ 3-phase induction machine. This is the induction machine. So ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ സ്വിച്ച് ഉണ്ട്. And now if it is a dynamic braking, നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കാം. Okay. ഇനി if the power is flowing in a motoring mode, if the induction machine is operating in a motoring mode, this switch will be closed and this switch will be open. ഈ റെസിസ്റ്റർ അക്രോസ് ഡെസിപ്പേഷൻ ഒന്നുമില്ല. സാധാരണ ഓപ്പറേഷൻ പോലെ നമ്മൾ ഡയോഡ് റെക്ടിഫയർ നേരെ സപ്ലൈ ആയിരിക്കും ഇൻഡക്ഷൻ ഇൻവെർട്ടർ വഴി. ബിക്കോസ് ഇറ്റ്സ് എ PWM ഇൻവെർട്ടർ, യു ക്യാൻ കൺട്രോൾ ദ ആംപ്ലിറ്റ്യൂഡ് ആസ് വെൽ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ DC കൺവെർട്ടർ സ്റ്റേജിന്റെ ആവശ്യമില്ല. ഇനി അതാണ് സാധാ മോട്ടറിംഗ് മോഡ് ഓപ്പറേഷൻ. ഇനി വി ആർ ഗോയിങ് ഫോർ റീജനറേഷൻ ഓപ്പറേഷനിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇഫ് നമ്മൾ ഈ സ്വിച്ച് ഡൈനാമിക് ബ്രേക്കിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ യു നീഡ് എ റെസിസ്റ്റർ ടു ഡിസിപ്പേറ്റ് ദ പവർ. ഈ സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ സ്വിച്ചിന്റെ ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ ചെയ്യും.
so that the power from the induction machine is dissipated in this resistor. അപ്പോൾ അതിനൊരു കൺട്രോൾ ടെക്നിക് ഉണ്ട്. എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ഈ സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യും. അതൊരു റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്യും. ഈ റെഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്യും ഈ കപ്പാസിറ്റർ വോൾട്ടേജ്. വെൻ ഇറ്റ് എക്സീഡ്സ്, അത് ഒരു പ്രത്യേക വാല്യൂ എക്സീഡ് ചെയ്യുമ്പം യു ടേൺ ഓൺ ദി സ്വിച്ച് ആൻഡ് സോ ദ എക്സസീവ് പവർ വിൽ ബി ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ. കപ്പാസിറ്ററിൽ നിന്നും കുറച്ച് പവർ ഇങ്ങോട്ട് വരും, റെസിസ്റ്ററിലോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. ഇൻഡക്ഷൻ മെഷീനിൽ നിന്ന് വരുന്ന പവർ എല്ലാം റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. സോ ഹെൻസ് വി ഗെറ്റ് ദ ഡൈനാമിക് ബ്രേക്കിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഡൈനാമിക് ബ്രേക്കിംഗ് ചെയ്യുന്നത്. ഇഫ് യു ഡോണ്ട് വാണ്ട് ഡൈനാമിക് ബ്രേക്കിംഗ്, യു വാണ്ട് റീജനറേഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ യു ഹാവ് ടു ഡയറക്ട്ലി ഫീഡ് ടു ദ സോഴ്സ്. അപ്പോഴാണ് ഒരു ചലഞ്ച് വരിക. ഹിയർ യു ആർ യൂസിങ് എ ഡയോഡ് റെക്ടിഫയർ. ഓക്കെ, ഇപ്പോൾ ഡയോഡ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വോണ്ട് റിവേഴ്സ് ദ കറണ്ട് ഫ്ലോ ഒരിക്കലും റിവേഴ്സ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒരു മോഡിഫൈഡ് സർക്യൂട്ട് അവിടെ എക്വിപ്പ് ചെയ്യണം. അതെന്താന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടു ദ ഇൻഡക്ഷൻ മോട്ടോർ ലെവലിൽ വരുന്നത്. ഇപ്പോൾ ഡയോഡ് റെക്ടിഫയർ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മോട്ടറിംഗ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡൈനാമിക് ബ്രേക്കിംഗ് റീജനറേഷൻ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സിമ്പിളായി ഡിസ്കസ് ചെയ്ത്. സോ ദ ഇൻവെർട്ടർ വെൻ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്, അല്ലെങ്കിൽ അതിന്റെ പവർ ഫാക്ടർ ആംഗിൾ എന്നുള്ളത് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എപ്പോഴാണോ 90ക്ക് അബവ് വന്നത്, there it will act as a generator. Hence the power or the current start to flow in the reverse direction from the induction motor. അപ്പം നമ്മൾ ഡി സി ലിങ്കിൽ കറണ്ട് റിവേഴ്സ് ചെയ്യും. The voltage won't be reversing, the current will be reversing. Hence you will get a second quadrant operation because the current is negative. First, second ഇവിടെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ഓപ്പറേഷനിലോട്ട് നമുക്ക് അതിനെ മാറ്റാം. അതേ സമയത്ത് ഡൈനാമിക് ബ്രേക്കിംഗ് ആണെങ്കിൽ യു നീഡ് എ റെസിസ്റ്റർ സെറ്റപ്പ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ റീജനറേറ്റീവ് ബ്രേക്കിംഗ് യു ഹാവ് ടു സപ്ലൈ ടു ദ സോഴ്സ്. നമുക്ക് എ സിയിലോട്ട് തിരിച്ച് പറഞ്ഞു വിടണം പവർ. അപ്പം ഈ ഡയോഡ് റെക്ടിഫയറിന്റെ അവിടെ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തണം. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.